നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 22-ാം തീയതി 1202-ാം ആണ്ട് ചിങ്ങമാസം 6-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്. തൃക്കേട്ട നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം തൃക്കേട്ട. ദശമിയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ശനിയാണ്. നക്ഷത്രം തൃക്കേട്ടയാണ്. ശുഭനക്ഷത്രമല്ല തൃക്കേട്ട. അപ്പോൾ ശുഭദിനമല്ല, ശുഭനക്ഷത്രമല്ല. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഇന്ന് അനുകൂലപ്രദമല്ല. ശരിക്കും പറഞ്ഞാൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മന്ദൻ്റെ ദിവസമാണ്, മന്ദീഭവിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുന്നോട്ട് ഗതി വരാതെ വരും. അതുകൊണ്ടാണ് ശനി ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഇന്നത്തെ ദിവസത്തെ അല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് അങ്ങോട്ടല്ലേ കിട്ടേണ്ടത്. ആ റിസൾട്ട് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രം, ചിങ്ങമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല. ഭാഗ്യദായകമായ ഒരു വർഷമല്ല എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും, ശാരീരിക പ്രശ്നങ്ങൾ വരും, മാനസിക അസ്വസ്ഥത ഉണ്ടാക്കും, കാര്യങ്ങളെ വിഘ്നപ്പെടുത്തും, അപകട സാധ്യതകളുണ്ടാവും, രോഗായ ദുരിതങ്ങളെ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായി പോണ ഈ ഒരു വർഷവും കെയർലെസ് ആവരുത്. ചെറിയൊരു വിവാഹക്കാരാണ് ചിങ്ങമാസത്തിലെ തൃക്കേട്ട, അല്ലാതെ തൃക്കേട്ടക്കാരൻ മൊത്തത്തിൽ ഫലമല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഈ മാസത്തിൽ ജനിച്ച ആൾക്കാരുടെ ബർത്ത്ഡേ വന്നവരുടെ ഫലം മാത്രമാണ്. അപ്പോൾ 27% പേരുടെ കാര്യം മാത്രം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനിവ്രതം നോക്കുകയും അതുപോലെ സൂര്യഭഗവാനെ തൊഴുകയും ശനിയുടെ കവചമായ ശനീശ്വര യന്ത്രം ധരിക്കുകയൊക്കെ ചെയ്ത് പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം കൊള്ളൂല, ഓരോ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിടപെടണം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്കെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറിയിരിക്കാൻ പറ്റില്ല. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹുകാല സമയം 9 മണിക്കല്ല, 9:23 തുടങ്ങുള്ളൂ. 10:55 വരെ ഉണ്ട്. 23 മിനിറ്റ് കഴിഞ്ഞേ തുടങ്ങുള്ളൂ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും കൂടി സൂക്ഷിക്കണം. രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റ് 2 സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അതിൽ ഗുളികൻ്റെ ബന്ധം 6:19 തൊട്ട് 7:51 വരെയും, യമകണ്ഠകാല സമയം 1:59 തൊട്ട് 3:32 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:03 തൊട്ട് 12:51 വരെ പറഞ്ഞ സമയത്തിനകത്ത് ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്കെടുക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുക. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും നെഗറ്റീവ് ഫലം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിച്ച് കൊണ്ട് അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഭാഗ്യദായകമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.